ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. പ്ലേ സ്റ്റോറിൽ ഫ്രീ വേർഷൻ ആപ്ലിക്കേഷൻസുകളുമുണ്ട്, പ്രോ വേർഷൻ ആപ്ലിക്കേഷൻസുകളും ഉണ്ട്. പ്രോ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും പർച്ചേസ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസുകൾ. നമ്മൾ അതിനായിട്ട് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. നമ്മുടെ കുട്ടികളൊക്കെ യഥേഷ്ടം നമ്മുടെ മൊബൈലുകൾ ഉപയോഗിക്കുന്ന കാലഘട്ടമാണിത്. എന്നാൽ നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ 1-2 സെറ്റിങ്സുകൾ മാറ്റം വരുത്തിയേ പറ്റൂ. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. നമ്മൾ മൊബൈലിൽ നിന്നും ഒരുപാട് പേയ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. അതായത് നമ്മൾ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച്, അതുപോലെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ മൊബൈലിൽ നിന്നും പേയ്മെൻറ്റുകൾ ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മൾ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ നമ്മളത് സേവ് ചെയ്ത് വെക്കുകയും ചെയ്യും. പ്ലേ സ്റ്റോറിലും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സേവായി കിടക്കാറും ഉണ്ട്. പ്ലേ സ്റ്റോറിൽ 1-2 സെറ്റിങ്സുകൾ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഗെയിം കളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ ഗെയിം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് നമ്മുടെ ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡും കൂടി എൻ്റർ ചെയ്താൽ മാത്രമേ അവർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ആ മാറ്റങ്ങൾ വരുത്തുന്നത് എന്ന് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് പരിശോധിക്കാം. അതായത് പ്ലേ സ്റ്റോർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ നിന്നും. എന്നിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ സെറ്റിങ്സ് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒതൻറ്റിക്കേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ഒരു ഏരോ മാർക്കുണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഓഫിലായിരിക്കും ഉണ്ടാകുക. അത് നിങ്ങൾ ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ഇവിടെ ചോദിക്കും. അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക. പാസ്വേഡ് കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുത്താൽ അവിടെ ഓൺ ആയിട്ട് വന്നിട്ടുള്ളതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം തൊട്ട് താഴെയുള്ള റിക്വയർ ഒതൻറ്റിക്കേഷൻ ഫോർ പർച്ചേസസ് എന്ന ഭാഗം കൂടി നിങ്ങൾ ഓൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലുള്ള, അതായത് 3 ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുകയും ചെയ്യാം. ചിലപ്പോൾ നെവർ എന്നായിരിക്കും, അല്ലെങ്കിൽ എവരി 30 മിനിറ്റ്സ് എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ മൊബൈൽ ഉണ്ടാകുക. ഏറ്റവും മുകളിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ 2 കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അബദ്ധവശാൽ ചിലപ്പോൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറിലുള്ള ഗെയിമുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് മെയിൽ ഐ ഡിയുടെ കൂടെ പാസ്വേഡ് എന്ന ഭാഗത്ത് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. പാസ്വേഡ് നിങ്ങൾക്ക് മാത്രം അറിയുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് അവർക്ക് ഒരു കാരണവശാലും ഒരു ആപ്ലിക്കേഷൻസുകളും പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല. അത് കാരണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പൈസ നഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് തടയാൻ സാധിക്കും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ മാറ്റങ്ങൾ വരുത്തി കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കിടിലൻ വീഡിയോയുമായി, അടുത്ത നല്ലൊരു അറിവുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.